ടേണിംഗ് പോയിൻറ്റിൻ്റെ എസ് ഐ മെയിൻസ് ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് ഐ മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സെക്ഷൻസിൽ പറയുന്നത്. സോ നമ്മൾ ഡയറക്റ്റ്ലി മൂവ് ഓൺ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം, IPC റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ആക്ട് നിലവിൽ വന്നു. 2023 ഇത് നിലവിൽ വന്നത്. ഭാരതീയ ന്യായ സംഹിത എന്നാണ് പേര്. ആ ടൈറ്റിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാരതീയ ന്യായ സംഹിത IPC ആണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 358 സെക്ഷൻസ് ഉണ്ട്, 20 ചാപ്റ്റേഴ്സുമാണ് ഉള്ളത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. The Bharatiya Nyaya Samhita has 358 sections and it is organized into 20 chapters. സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിലും അതെന്നാണ് കമൻസ് ചെയ്തത് അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് അതിൽ പറയുന്നത്. ടൈറ്റിൽ നമ്മൾ കണ്ടു, ഭാരതീയ ന്യായ സംഹിത 2023 ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതെന്നാണ് കമൻസ് ചെയ്തത്. 25 ഡിസംബർ 2023 ആണ് അത് കമൻസ് ചെയ്ത ഡേറ്റ് ആയിട്ട് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതെന്ന് എഫക്റ്റിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 1, 2024 ആണ്. സോ കമൻസ് ചെയ്ത ഡേറ്റ് 25 ഡിസംബർ 2023 ഇറ്റ് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ ജൂലൈ 1, 2024 ആണ്. സെക്ഷൻ 2 പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. ഈ ഒരു BNS എന്ന് പറയുന്ന ആക്റ്റിൽ ഉടനീളം ഉപയോഗിക്കുന്ന ഓരോ ടേമുകൾക്കും എന്ത് ഒരു ഡെഫിനിഷൻ, എങ്ങനെയാണ് അതിനെ നിർവചിക്കേണ്ടത് എന്ന് പറയുന്നത് സെക്ഷൻ 2 പറയുന്നത്. ഏതാണ്ട് 39 സബ് ക്ലോസസ് അതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനായിട്ട് അത്രയില്ല, വളരെ കുറച്ച് മാത്രം പഠിച്ചാൽ മതി എന്ന് നമ്മുടെ സിലബസ് നോക്കിയാൽ കാണാം. സെക്ഷൻ 3 പറയുന്നത് ജനറൽ എക്സ്പ്ലനേഷൻസ് ആണ്. സോ അതിനകത്ത് നമുക്ക് അധികം പഠിക്കാനില്ല, 3 ക്ലോസ് 5 മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതനുസരിച്ച് മാത്രം സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ മതി, എക്സ്ട്രാ ഒന്നും നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നില്ല. സെക്ഷൻ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, പണിഷ്മെൻറ്റ്സ് ആണ് അത് പറയുന്നത്. സോ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ പറയുന്നത് ജനറൽ എക്സെപ്ഷൻസ് ആണ്. സെക്ഷൻ 14 തൊട്ട് 44 വരെയാണ് ഈ ജനറൽ എക്സെപ്ഷൻസ് പറയുന്നത്. ഒരു ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയയാണ് ഈ ജനറൽ എക്സെപ്ഷൻസ് എന്നുള്ളത്. അതായത് ചില സാഹചര്യങ്ങൾ ചിലർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഒഫൻസായിട്ട് കണക്കാക്കപ്പെടത്തില്ല. അത് ഏതൊക്കെ സാഹചര്യങ്ങളാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, പണിഷ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 4 പറയുന്നത്. 6 ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്സ് ആണ് അവിടെ പറയുന്നത്. IPCയിലില്ലാത്ത ഒരു പണിഷ്മെൻറ്റും കൂടെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്, കമ്മ്യൂണിറ്റി സർവീസാണ്. പിന്നെ മറ്റൊരു കാര്യം, ഡെത്ത് പെനാലിറ്റി മാറ്റണം, അല്ലെങ്കിൽ അത് ഇനിയും നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് റിഫോർമേഷന് ഭയങ്കരമായി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോ കമ്മീഷനൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഡെത്ത് പെനാലിറ്റി അബോളിഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ BNS വന്നപ്പോഴും ഡെത്ത് പെനാലിറ്റി റീറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. സോ ഡെത്ത് പെനാലിറ്റി ഉണ്ട്, അതാണ് മാക്സിമം പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെത്ത് പെനാൽറ്റിയാണ്. പിന്നെ ഇപ്പോൾ കമ്മ്യൂണിറ്റി സർവീസും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. മറ്റൊരു കാര്യം, ഒഫൻസസ് എഗൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ചാപ്റ്ററൈസ് ചെയ്തേക്കുന്നത് 5ലേക്കാണ്. പഴയ IPC എടുത്ത് നോക്കുകയാണെങ്കിൽ വിമൻ ചിൽഡ്രൻ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസസ് ഒക്കെ പലയിടത്തും ഷാറ്റേഡായിട്ട് കിടക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അതെല്ലാം ഒരു ചാപ്റ്ററിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ചാപ്റ്റർ 5 സെക്ഷൻ 63 തൊട്ട് 99 വരെ ഒഫൻസസ് എഗൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ് പറയുന്നത്. മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസും സെക്ഷൽ ഒഫൻസ്, റേപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വരുന്നത്. ഒഫൻസസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. മർഡറും കാര്യങ്ങളും വരുന്നത് ഇവിടെയാണ്. മർഡർ, റിസ്ട്രെയിൻറ്റ്, കിഡ്നാപ്പിംഗ് തുടങ്ങിയ സെക്ഷൻസ് ഒക്കെ വരുന്നത് ചാപ്റ്റർ 6 ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി സെക്ഷൻ 100 തൊട്ട് 146 വരെയാണ് ഈ സെക്ഷൻസ് വരുന്നത്. ഒഫൻസസ് എഗൻസ്റ്റ് പബ്ലിക് ട്രാൻക്വിലിറ്റി, അതായത് പബ്ലിക് പീസിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഒഫൻസസ് ആണ് ഇവിടെ പറയുന്നത്. ചാപ്റ്റർ 11 ആണ് വരുന്നത്. സോ അഫ്രേ, റയോട്ടിംഗ് ഒക്കെയാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അടുത്തത് പബ്ലിക് സർവൻസ് ചെയ്യുന്നതോ അല്ലെ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസ് ആണ്. ചാപ്റ്റർ 12 കൊടുത്തിരിക്കുന്നത്. 198 തൊട്ട് 205 വരെയാണ് ഈ സെക്ഷൻസ് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഒഫൻസസ് എഗൻസ്റ്റ് പ്രോപ്പർട്ടി. ചാപ്റ്റർ 17 പറയുന്നത്.
So this chapter deals with offenses like trespass, theft, extortion, cheating, etc. സെക്ഷൻ 303 തൊട്ട് 330 വരെയാണ് ഈ സെക്ഷൻസ് പറയുന്നതായിട്ട് കാണാം. സോ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് ഞാൻ ഇപ്പോൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നട്ട്ഷെല്ലിൽ ഒരു ബ്രീഫായിട്ട് മാത്രം സിലബസിനെ കണ്ട് ഒരു വീഡിയോ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസാണ് ഇനിയും വരുന്ന വീഡിയോസിൽ നമ്മൾ കൊടുക്കുന്നത്. സോ മാക്സിമം എല്ലാവരും ഇത് കണ്ടതിന് ശേഷം ലാസ്റ്റ് ഞാനൊരു MCQ കൊടുക്കുന്നുണ്ട്. ഈ MCQ കൂടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്കൊരു സെൽഫ് ഇവാലുവേഷൻ നടത്താനും നമ്മൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാനും ഈ MCQs സഹായിക്കും. സോ വി വിൽ മൂവ് ഓൺ ടു അവർ MCQs. When was the BNS 2023 enacted? So, December 25, 2023 ആണ്. Came into effect എന്ന് പറയുന്നത് July 1, 2024 ആണ്. How many sections and chapters are there in BNS? Already ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിൽ ഞാൻ പറഞ്ഞു 358 sections and 20 chapters are there in BNS. The next question is, how many type of punishments are there in BNS? We have already discussed that there are 6 types of punishments. Okay, 6 types of punishments are there in BNS. The next question is, offenses against property is dealt in which chapter? So, chapter 17. ചാപ്റ്റർ 17 പ്രോപ്പർട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസസ് നിൽക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഒഫൻസസ് എഗൻസ്റ്റ് ബോഡി ഈസ് ഡെൽറ്റ് ഇൻ. സോ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് കേട്ടവർക്ക് മനസ്സിലാകും ചാപ്റ്റർ 6 ഒഫൻസസ് എഗൻസ്റ്റ് ബോഡി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഡെഫിനിഷൻ? ഓൾമോസ്റ്റ് എല്ലാ ബെയർ ആക്ടിലും തന്നെ സെക്ഷൻ 2 ആണ് ഡെഫിനിഷൻ ക്ലോസ് ആയിട്ട് വരുന്നത്. സോ BNSും അതുപോലെ തന്നെ സെക്ഷൻ 2 ആണ് ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നത്. ജനറൽ എക്സെപ്ഷൻസ് ആർ ഡെൽറ്റ് ഇൻ. നമ്മളിവിടെ ചാപ്റ്റർ കൊടുത്തപ്പോൾ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ ചാപ്റ്ററൈസേഷനിൽ ജനറൽ എക്സെപ്ഷൻസ് വരുന്നത് ചാപ്റ്റർ 3. Offenses against women and child is given in chapter 5. Offenses against public tranquility നമ്മൾ എവിടെയാണ് ഡീൽ ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ ചാപ്റ്റർ 11. Offenses by or against public servants എവിടെയാണ്? chapter 12. So that's all about our class today, and we will meet on next video with new topics. Thank you.